എക്സൈറ്റഡ് ആണ്. ഈ 23 നരിവേട്ട വരാണ്. ഫിസിക്കലിയും മെൻ്റലിയും കുറേ കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തൊരു വർക്കാണ്. ഇതിൽ എൻ്റെ മാത്രമല്ല, അതിൽ നമ്മുടെ കൂടെ അഭിനയിച്ച ട്രൈബൽ ചട്ടമാരി ടീച്ചർമാരാണെങ്കിൽ പോലും അവരും വളരെയധികം എഫോർട്ടൊക്കെ ഇട്ടിട്ടാണ് ഈ മൂവി നമ്മളെല്ലാവരും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മൂവി കാണണം, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഹായ്, ഞാനും വളരെയധികം എക്സൈറ്റഡ് ആണ്. May 23 വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു വളരെയധികം ഒരു ഇമ്പോർട്ടൻ്റ് ആൻഡ് നെസസറി ആയിട്ടുള്ളൊരു ഫിലിമാണ്. ആൻഡ് ഇത്രയും അടിപൊളി ഒരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ ഭാഗമാവാൻ പറ്റിയത് എന്നെപ്പോലൊരു ആക്ടർക്ക് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. സോ നിങ്ങളെപ്പോലും ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ് ഫോർ May 23. ഹലോ, ഇപ്പോൾ ഉള്ളതിനൊക്കെ കൂടുതൽ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ ചർച്ച ചെയ്യാൻ പോകുന്ന സിനിമയാണ്. ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്താണെങ്കിൽ അനുഭവിച്ചിട്ട് 6 കൊല്ലത്തിന് ശേഷമുള്ളൊരു സിനിമയാണ്. ജെയിംസ് വളരെ സുഹൃത്തുക്കളുടെ പടം. അവൻ പടം കാണുമ്പോൾ അവനിതൊരു അറിയുള്ളൂ. ഞാൻ അതൊക്കെ നമ്മൾ എനിക്കൊരു ഇത്രയും കാലത്തിലേക്ക് ആദ്യമായിട്ടൊരു അനുഭവമാണ് നമ്മുടെ റിവ്യൂവിലാണ് വരുന്നത്. സോ എല്ലാവരും പടം കാണാൻ 23. നമസ്കാരം. ഇത് ഈ സമയത്ത് നിർബന്ധമായിട്ടും പറയേണ്ട ഒരു വിഷയമാണ്. ഒരു കഥയും തിരക്കഥയും ഒക്കെ ആക്കിയിരിക്കുന്നത്. അതൊരു ത്രില്ലിംഗായ സിനിമയെ മാറിയിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. അപ്പം എല്ലാവരും സിനിമ കാണുകയും അതിനുശേഷം ചർച്ച ചെയ്യുകയും ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് ബാബ. ഞാൻ ഈ ഫിലിമിൽ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ഞാൻ ഓൾമോസ്റ്റ് മോർ ദാൻ 100 ഫിലിംസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും കുറച്ചധികം കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത ഒരു പടമാണിത്. കാരണം നിങ്ങൾക്ക് പടം കാണുമ്പോൾ അറിയാൻ പറ്റും ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പും ഇതിൻ്റെ എന്താണ് കഥയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ. സോ തീർച്ചയായിട്ടും 23-ാം തീയതി എല്ലാവരും ഈ പടം കാണണം. ഞങ്ങളെല്ലാവരും ഒട്ടധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പടത്തിൽ എല്ലാവരും. കുറേ അധികം നടന്നു പോകേണ്ട ലൊക്കേഷൻസും കുറേ അധികം വണ്ടി പോകാത്ത സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ കയറി പറ്റി സെറ്റഡ്. അവിടെ നമ്മുടെ പോലെ ആർട്ടിസ്റ്റ് ടുബിയൊക്കെ അവിടെ എത്തിപ്പെടുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഇതൊരു കോൺട്രവേഴ്സി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ബട്ട് ഇറ്റ്സ് എ ഫീൽ ഗുഡ് മൂവി. നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു മൂവി ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രമോട്ടി ഓഫ്. മലയാളത്തിൽ ഇതെൻ്റെ 2ാമത്തെ മൂവിയാണ്. May 23 നരിവേട്ട റിലീസാവുന്നു. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ വളരെ എക്സൈറ്റഡോടുകൂടി തന്നെയാണ് ഞാനും നരിവേട്ടയ്ക്ക് വെയിറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നരിവേട്ട എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ പവർഫുള്ളും പീസ്ഫുള്ളായിട്ടുള്ളൊരു സിനിമയാണ്. കാരണം സിനിമയിൽ അഭിനയിക്കാൻ ഉള്ള ആഗ്രഹമായിട്ട് ഒരുപാട് വർഷങ്ങൾ ഇതിൻ്റെ ബാക്കിൽ നടന്നിട്ട് ഇന്ന് ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന മീഡിയയ്ക്ക് നിങ്ങൾക്കാണെങ്കിലും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത് ഒരാളുടെ മാത്രം സിനിമയായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം പാവക്ക പറഞ്ഞ പോലെ ഇതിൻ്റെ ബാക്കിൽ അത്രയും പേര് കഷ്ടപ്പാടുണ്ട്. കാരണം ടോയ്ചേട്ടനാണെങ്കിലും ചേരൻ സാറാണെങ്കിലും സുരേഷ് സാറാണെങ്കിലും ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ളവരെല്ലാവരും ലെജൻസാണ്. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് അതിയായ സന്തോഷമാണ്. അതേപോലെ തന്നെ ഈ സിനിമ നിങ്ങൾക്ക് റിലീസായി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരാൾ മാത്രം എഫേർട്ട് എടുത്ത് വരുന്ന ഒരു ഔട്ടല്ല. ഇതൊരു മൊത്തം ടീമും ഈ സിനിമ നന്നായി വരണം എന്ന് വിചാരിച്ചുകൊണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലൊരു ഔട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സോ അതിയായ സന്തോഷമുണ്ട്. 23-ന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ദൈവം സഹായിച്ച് എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാറ്റിനകത്തേക്കായിരുന്നു ഷൂട്ട്. ഞാനൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാവക്കാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഞങ്ങളുടെ ഏറ്റവും മകനെ ലുക്കിംഗ് അപ്പ് ടു ഹിം. അപ്പോൾ
ഒരു ദിവസം രാവിലെ ഞാൻ ഷൂട്ടിന് വരുന്ന സമയത്ത് അപ്പോഴത്തേക്ക് അവിടെ ഓൾറെഡി കേൾക്കുന്ന വാർത്തയെന്ന് പറഞ്ഞാൽ ബാബു വീടും കല്ലിൽ പോയിക്ക് വീടും മുറിവുണ്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ലൊക്കേഷനിലേക്ക് 3 മണിക്ക് ചോദിക്കണം, എന്നിട്ട് എവിടെയാണ് ആശുപത്രി കൊണ്ടുപോയിക്കാണോ? ഇല്ല പറഞ്ഞിട്ട് ആ മുറിവും എല്ലാം വെച്ചുകൊണ്ട് പുള്ളി അപ്പോഴും അവിടെ നിന്ന് പുള്ളിയുടെ കൂടെയുള്ള ആളുകൾക്കൊക്കെ ഉണ്ട് അവിടെ വെള്ളച്ചാട്ടത്തിന് കല്ലുകൾ പിടിച്ചിട്ടുണ്ടോ അത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ കൂടുതൽ ഇതുപോലെ ഏറ്റവും പവർഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാർ വീക്കായി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അന്നത്തെ ഷൂട്ടിൽ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മളത് ഷൂട്ട് ചെയ്ത് നിൽക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബാബുക്കയെ പോലെ മറ്റുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും ആളുകൾ അങ്ങനെ കല്ലുപോലെ നിന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് നമുക്ക് എപ്പോഴെങ്കിലും നമുക്കിത് വർക്ക് ചെയ്ത് എക്സോസ്റ്റഡ് ആയി പോയെന്നോ വേണ്ടായിരുന്നെന്നോ മതിയായെന്നോ തോന്നിയിട്ടില്ല. അതിന് കാരണം എല്ലാവരും ഒരു കൂട്ടമായിട്ട് നിന്ന് ഒരു കാര്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ഒരു എനർജിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ സിനിമയിൽ ആവോളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ഭയങ്കര നമ്പർ ഓഫ് ഡേയ്സ് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ഷൂട്ട് ചെയ്യേണ്ടി വന്നിട്ടില്ല. എന്നാൽ നമ്മൾ വിചാരിച്ചതിനേക്കാളും വലിയ സെറ്റപ്പിലുള്ള ഷൂട്ടൊക്കെ ഈ സിനിമയ്ക്ക് പല സമയത്തും ആവശ്യമായിട്ട് വന്നിരുന്നു. അതും ഈ പറയുന്ന സമയത്ത് തന്നെ തുടങ്ങാനും ആ പ്രശ്നത്തിൽ തന്നെ തീരാനും ഇതിലുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും ഓരോ ജോലി ചെയ്ത ഓരോരുത്തരും ഒരു ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു സമയം ശരിക്കും പറഞ്ഞാൽ അവരോട് എല്ലാവരോടും നന്ദി പറയാനും കൂടെ വിനിയോഗിക്കുന്നു. താങ്ക് യു സോ മച്ച്.